വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. നേന്ത്രപ്പഴം ഗോതമ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ അപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നേന്ത്രപ്പഴമൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് വരണം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂപ്പാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കറുത്ത ഉണക്കമുന്തിരിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഉണക്കമുന്തിരി വറുത്തെടുക്കണില്ല. കറുത്ത ഉണക്കമുന്തിരി വറുക്കാണ്ട് ചേർക്കണതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. മഞ്ഞമുന്തിരി ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ ചേർത്തുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂപ്പായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്തുമായിട്ട് നന്നായിട്ട് ആ നേന്ത്രപ്പഴത്തിൻ്റെ കളറൊന്ന് മാറി വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി അതിന് ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർത്തുമായിട്ട് ആ നാളികേരം നന്നായിട്ടൊന്ന് മൂപ്പാവണ വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ നന്നായിട്ട് തന്നെ മൂപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് കറുത്ത ഉണക്കമുന്തിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞമുന്തിരി ആണെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുക്കുന്ന സമയത്ത് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഇതും കൂടി നമുക്ക് നന്നായിട്ട് ഈ പഴത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് അത് മെൽറ്റൊന്നും ആവണ്ട. നന്നായിട്ട് ഈ പഞ്ചസാര എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതി. പഞ്ചസാര എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന നേന്ത്രപ്പഴം ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാലും കൂടി ചേർത്തുമായിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാലും പഴവും നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 എഗ്ഗാണ്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ചിട്ടൊന്നുമില്ല, അതേപടി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും എഗ്ഗും നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വരണ വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ എഗ്ഗും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന പഴത്തിൻ്റെയും പാലിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്തുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തന്നെ ബീറ്റായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. പാൽ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട. കുറച്ചായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് നെയ്യ് മതി. നെയ്യൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നെയ്യ് ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്ന് ആക്കിയതിന് ശേഷം നമ്മൾ റെഡി ആക്കിയെടുത്ത ബാറ്ററിൽ നിന്ന് ഒരു കയ്യിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ കയ്യിൽ നിറയെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം.
പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറവിലിട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്, അടിവശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ പൊട്ടാത്ത വിധത്തിൽ മറിച്ചിടാൻ നോക്കാം. മറിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത പഴത്തിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഈ രീതിയിൽ പ്രസ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് തിരിച്ചിടാനായിട്ട് ഈ സൈഡിലും കുറച്ച് നെയ്യാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പവും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും ചേർത്തുള്ള നമ്മുടെ അപ്പം എല്ലാം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്